ഒന്ന് ബി.ജെ.പിയിലെ ആഭ്യന്തര പ്രശ്നത്തിൽ കക്ഷി ചേരാൻ ഞങ്ങളില്ല. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികൾ തമ്മിലുള്ള ഗ്രൂപ്പ് തല്ലിലോ കക്ഷി ചേർന്ന് അത് രൂക്ഷമാണെന്നോ അത് കുറവാണെന്നോ അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ് നേതാവ് പറയുന്നത് ശരിയാണ്, ഇന്ന ഗ്രൂപ്പ് നേതാവ് പറയുന്നത് തെറ്റാണ് എന്നൊന്നും പറയാൻ ഞങ്ങളില്ല. അത് അവരുടെ ആഭ്യന്തര പ്രശ്നം. എന്നാൽ ബി.ജെ.പിക്കകത്ത് ആഭ്യന്തര പ്രശ്നം രൂക്ഷമാകുന്നതിന് പല കാരണങ്ങളുണ്ട്. ബി.ജെ.പിക്കകത്ത് ഇനി ഒരു ആഭ്യന്തര പ്രശ്നമില്ല, ബി.ജെ.പി ഒറ്റക്കെട്ടാണെങ്കിലും കേരളത്തിൽ ബി.ജെ.പിയുടെ വോട്ട് കുറയും. കാരണം എന്താ? കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകേണ്ട ഫണ്ടൊന്നും നൽകുന്നില്ല. ചൂരൽമല ദുരന്തമുണ്ടായിട്ട് പോലും ഫണ്ട് ഇതുവരെ തരാൻ തയ്യാറായിട്ടില്ല. എത്രയെത്ര സംസ്ഥാനങ്ങൾ അതിനുശേഷം സഹായിച്ചു, കേരളത്തെ സഹായിക്കുന്നില്ല. ഇതിൻ്റെ ഭാഗമായി ബി.ജെ.പിക്ക് പരമ്പരാഗതമായി വോട്ട് ചെയ്ത വോട്ടർമാരിലുൾപ്പെടെ കടുത്ത പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. രണ്ടാമത്തെ നമ്മൾ കാണേണ്ട പ്രശ്നം, ബി.ജെ.പിക്കകത്ത് ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ്. ഇതൊരു പുതിയ സംഭവമാണോ? ഞാൻ മുമ്പ് കേന്ദ്രമന്ത്രിയുടെ പ്രശ്നം വന്നപ്പോൾ പറഞ്ഞില്ലേ, കേരളത്തിലിത് കുറവാണ്. കേരളത്തിന് പുറത്ത് ബി.ജെ.പി നേതൃത്വം മാധ്യമങ്ങളോട് എടുക്കുന്ന സമീപനം എന്താ? ബി.ജെ.പിക്കെതിരെ വാർത്തകൾ ഉത്തരേന്ത്യയിലും മറ്റും കൊടുത്തു കഴുത്ത് തലയുണ്ടാവില്ല. എത്ര മാധ്യമ സ്ഥാപനങ്ങൾ കയറി അടിച്ച് ശരിപ്പെടുത്തിയിട്ടുണ്ട്, എത്ര മാധ്യമ സ്ഥാപനങ്ങളെ പൂട്ടിയിട്ടുണ്ട്, എത്ര മാധ്യമ സ്ഥാപനങ്ങൾ നിസ്വാർത്ഥമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കുകയും വാർത്ത കൊടുക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയും ഭീകരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ബി.ജെ.പി എന്ന പാർട്ടി. അപ്പോൾ ആ ബി.ജെ.പി എന്ന പാർട്ടി കേരളത്തിൽ അത്രത്തോളം നിലപാട് സ്വീകരിക്കാൻ പറ്റാത്തത് കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമായതുകൊണ്ടാണ്. ഇടതുപക്ഷം കേരളത്തിൽ ഭരിക്കുമ്പോൾ നിങ്ങളൊക്കെ ഉറപ്പിച്ച് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും, നിങ്ങളൊക്കെ സുരക്ഷിതരാണ്. എന്ത് വാർത്തയും നിങ്ങൾക്ക് കൊടുക്കാം, സംസ്ഥാന സർക്കാരിനെതിരെ എന്തും കൊടുക്കാം, ആർക്കെതിരെ എന്ത് അസംബന്ധവും കൊടുക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നവും വരില്ല. കാരണം ഇവിടെ ഭരണം നടത്തുന്നത് സംസ്ഥാന സർക്കാർ, LDF സർക്കാരാണ്. എന്നാൽ നിങ്ങൾ ബി.ജെ.പി ഭരിക്കുന്ന സംസ്ഥാനത്തോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്തോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം നടത്താൻ പറ്റുമോ എന്നുള്ളത് പരിശോധന നടത്തി നോക്കൂ. നിങ്ങൾ ഒരു ഗ്രൂപ്പായി ഒരു ടീമായി ഒരു പിക്നിക്കിന് പോകും, ഓരോ സ്റ്റേറ്റിൽ പോകും, ഒരു ടൂർ പോയി നോക്കൂ. എത്ര മാധ്യമ പ്രവർത്തകർ ഭീകരമായി മർദ്ദനേറ്റിട്ടുണ്ട്. ഒരു വാർത്ത കൊടുക്കാൻ പറ്റുമോ? വാർത്ത കൊടുക്കാൻ പറ്റില്ല. വാർത്ത ബി.ജെ.പിക്കെതിരെ കൊടുത്താൽ, ഭരിക്കുന്ന പാർട്ടിക്കെതിരെ കൊടുത്താൽ ഭീകരമായി മർദ്ദിക്കും, പോലീസ് വേറെ നിലയിൽ കൈകാര്യം ചെയ്യും. ഇതൊക്കെയല്ലേ നടക്കുന്നത്? എത്ര പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്, എത്ര മാധ്യമ സ്ഥാപനങ്ങൾ പൂട്ടിയിട്ടുണ്ട്. ആ പാർട്ടിയാണ് ബി.ജെ.പി. ആ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് സുരേന്ദ്രൻ എന്നുള്ളതുകൊണ്ട് ഈ പറഞ്ഞതിൽ ഒരു അത്ഭുതം നമുക്കാർക്കും വേണ്ട.